Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. So, how are you all? Very good. Okay. Are you fine? Fine, ma'am. Yes, ma'am. Yes. Then, how was your exams? Good, ma'am. Exam എങ്ങനെയായിരുന്നു? Very well. നല്ല എക്സാം ആയിരുന്നു അല്ലേ? സോ ആ എക്സാമിന് ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അടുത്ത എക്സാം ഒക്കെ ആകുമ്പോഴേക്കും ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം അല്ലെ? അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മോഡൽ എക്സാം. സോ നമുക്ക് അതിൻ്റെതായ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് അടുത്ത എക്സാംസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഇനിയും തേർഡും ഫോർത്തും മൊഡ്യൂൾസ് നമുക്കുണ്ട്. അത് കഴിയുമ്പോഴും ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫൈനൽ എക്സാം വരിക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അത്രയും ഭാഗം, അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് എക്സാം ഉണ്ടപ്പോൾ നിങ്ങൾ ആ ഒരു 2 മൊഡ്യൂൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് 28 ചാപ്റ്റർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? വായിച്ചു നോക്കി പഠിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ തേർഡും ഫോർത്തും മൊഡ്യൂള് അത് രണ്ടും കൂടി ഐ തിങ്ക് 24 ചാപ്റ്ററുകൾ 13+11. അപ്പൊ അങ്ങനെ വരുമ്പോ അതും കൂടി പഠിച്ച് അങ്ങനെ സെപ്പറേറ്റ് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഒരുപാട് ഗുണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ തേർഡ് ഫോർത്ത് മൊഡ്യൂൾസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അന്ന് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളുകൾ എന്താ പറയാ പോലെ അത്ര അങ്ങോട്ട് എന്താ പറയാ എല്ലാം നമുക്ക് എന്താ പറയാ കുറെ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ് കൂടുതലും ഈ പറയുന്ന മൊഡ്യൂൾസിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ ടീച്ചർ എടുത്തു തുടങ്ങിയോ? ടീച്ചേഴ്സ് കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ
എടുത്തോ? ഏതാ ചാപ്റ്റർ എടുത്തത്? Marketing. മാർക്കറ്റിംഗ്, Marketing. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദി ഹോസ്പിറ്റൽ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ. ഓക്കെ, അപ്പൊ 8ഉം 9ഉം ചാപ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പൊ 3ാമത്തെ മൊഡ്യൂള്, ചിലര് 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ചിലര് എല്ലാവർക്കും ഇല്ല. അപ്പൊ അത് എന്തായാലും നമുക്ക് ഓൾടുഗദർ ഈ 2 മൊഡ്യൂൾസിലെയും ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഇന്നത് എടുക്കാത്ത ഇന്നത് എടുത്തത് എന്തുകൊണ്ടാന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് മൊഡ്യൂൾ 3 ഫസ്റ്റ് ചാപ്റ്റർ കിടക്കുന്നത് ശരിക്കും ഏതാ? മൊഡ്യൂൾ 3 ഫസ്റ്റ് ചാപ്റ്റർ ഏതാ ശരിക്കും കിടക്കുന്നത്? ഡിസ്ചാർജ് പ്രോസസ്. ഡിസ്ചാർജ് പ്രോസസ് ആണോ? Discharge process. ആണല്ലേ. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത്. ചെക്കത് എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ, അങ്ങനെ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. ടീച്ചേഴ്സിന് അവർക്ക് അവരുടേതായ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും 2 മൊഡ്യൂളും കഴിയുമ്പോൾ എല്ലാം എടുത്തിട്ടുണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ നമുക്ക്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മളിവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 3rd മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ആണ് 3rd മൊഡ്യൂളിലെ തന്നെ. 3ൽ 3 ചാപ്റ്റർ 3 ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് നമ്മള് എന്താ പറയാ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ബ്രോഡ്ലി ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 3ആയിട്ടാണ് വിശാലമായ രീതിയിൽ ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആ അഡ്മിനിസ്ട്രേറ്റീവില് വൺ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വാട്ട് ഡു യു മീൻ ബൈ സച്ച് മാനേജ്മെന്റ്? എന്താണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് ടു നർച്ചർ ആൻഡ് സപ്പോർട്ട് എംപ്ലോയീസ്. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനിലെ ഏത് ബിസിനസ് ഓർഗനൈസേഷനും ആയിക്കോട്ടെ, ഈവൺ ഇൻ ഹോസ്പിറ്റൽസ് വി കൻ സീ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ദർ അല്ലെ. ഒരു ഹോസ്പിറ്റലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ജോലിക്കാരാ അവിടെ ജോലി ചെയ്യുന്നത്. നഴ്സസിന്റെ വിഭാഗം, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ് സെഷനിൽ അല്ലെ, പിന്നെ CSSD നമ്മുടെ സെൻട്രലൈസ്ഡ് സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിനകത്ത്, ഫാർമസിയില്, ലാബില്, ഓപ്പറേഷൻ തിയേറ്ററില്, ഇന്റൻസീവ് കെയർ യൂണിറ്റില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും വി ക്യാൻ സീ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ദർ. ഒരുപാട് ജോലിക്കാരുണ്ട്. എല്ലാ എംപ്ലോയീസും ഒരുമിച്ച് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽസും അതുപോലെ തന്നെ എംപ്ലോയീസും അല്ലെ, ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ വരെ ഒരുപാട് എംപ്ലോയീസിൽ പല തട്ടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്ട്രാറ്റജിക് അപ്രോച്ച്. ഇതൊരു എന്താ പറയാ, ഒരു തരം സമീപനമാണ്. എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ നർച്ചർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തിക്കൊണ്ട്. എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മള് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റൽസിലടക്കം ഏത് ബിസിനസ് സംരംഭത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ മനുഷ്യ വിഭവം, മാൻ പവർ, ജോലി ചെയ്യുന്ന ആളുകളുടെ സമൂഹം അല്ലെ, എന്താ പറയാ, മെൻ അറ്റ് വർക്ക് അല്ലെ, പീപ്പിൾ അറ്റ് വർക്ക്. ഈ ഒരു സമൂഹം എന്ന് പറയുന്നതാണ് ആ ഓർഗനൈസേഷന്റെ ഓരോ എന്താ പറയാ ഗോൾസ്. ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന അവരുടേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയീസിൽ നിന്ന് അവരിൽ നിന്ന് മൊത്തം നർച്ചർ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിനെ അവരുടെ മൊത്തം കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇവിടെ ഇതൊരു എന്താ പറയാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് ഹിയർ ഓൾസോ ദർ ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ്. ഒരുപാട് എംപ്ലോയീസ്, അബൌട്ട് 100 എംപ്ലോയീസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സ്റ്റാഫ്, PROs അല്ലെ, പിന്നെ മറ്റ് സഹായിക്കാനുള്ള മറ്റു വിഭാഗം ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഓരോ മേഖലകളിലും ഇത്രയും എംപ്ലോയീസ്, ആ എംപ്ലോയീസിന് അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിഭാഗവും പർട്ടിക്കുലർലി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതാണ് അവർക്ക് കൊടുക്കുക. സോ ഇഫ് ഐ ആം പുട്ടിങ് ടീച്ചിങ്, എനിക്ക് പഠിപ്പിക്കലാണ് എനിക്ക് പറ്റുന്ന ഒരു കാര്യം നന്നായി ചെയ്യുന്ന ഒരു പ്രവർത്തിയെങ്കിൽ ആളെ പഠിപ്പിക്കുന്നതിലിടും.
ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ടീച്ചർക്ക് ആൾക്ക് ടീച്ചറുടെ പോസ്റ്റിലേക്ക് വന്നത്. പക്ഷെ അതിനേക്കാൾ നന്നായി പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യും. സോ യു ക്യാൻ ഡു ദിസ്. ആ ജോലി കൊടുക്കുന്നു. അപ്പൊ ആ ജോലികൾ അവരെ കൂടി ചെയ്യിക്കുമ്പോൾ മാക്സിമം അവരിൽ നിന്ന് റിസൾട്ട് കിട്ടും അല്ലെ. അവര് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തും. ഒരു എംപ്ലോയിനെ ഹൗ മച്ച് വി ആർ യൂസിങ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ എംപ്ലോയി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആൾക്ക് കൊടുക്കുന്ന സാലറിയോ വേജസിനോ നമുക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു സർവീസ് അവരിൽ നിന്ന് കിട്ടുള്ളൂ. മനസ്സിലായല്ലോ. അത് കുറെ ആൾക്കാരെ കൊണ്ടുപോയി ജോലി കൊടുത്തു, അവരെന്തെങ്കിലും ചെയ്യണ്ടോ, അവരെ പ്രധാനപ്പെട്ട അവർ ചെയ്യുന്ന ജോലി കൂടാതെ ഇഫ് ദേ ഹാവ് സെം അതർ കേപ്പബിലിറ്റീസ്, അവർക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊന്നും നോക്കാണ്ട് അവർ ചെയ്യുന്ന ജോലിക്ക് മാസം ശമ്പളം കൊടുക്കുക, കൂലി കൊടുക്കുക, ഇത് മാത്രം നോക്കിയാൽ പറ്റില്ല. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ്, അവരുദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ അങ്ങനെ വരുമ്പോ പറ്റില്ല. See, ultimate aim of any business organization, ഏത് ബിസിനസ് സ്ഥാപനത്തിൻ്റെതായാലും, ഇപ്പൊ ഹോസ്പിറ്റൽസ്, ഈവൻ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, the main aim or the എന്താ പറയാ main objective of any business organization is to attain maximum profit. എന്താ, പരമാവധി ലാഭം ഉണ്ടാക്കുക. അതാണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ആഗ്രഹിക്കുന്നത്. ആ പരമാവധി ലാഭം ഉണ്ടാകണമെങ്കിൽ ചെലവ് കുറയ്ക്കണം, വേണോ അല്ലെ. ഒരു രീതി, അതായത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ടു റെഡ്യൂസ് അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഉൽപാദനം, എന്ത് സാധനമാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തായിക്കോട്ടെ, whatever it may be goods or services അല്ലെ. ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് സാധനങ്ങളാകാം, ചിലപ്പോൾ ഉത്പാദിപ്പിക്കുന്നത് സേവനമാകാം. ഇൻ ഹോസ്പിറ്റൽസ് ഇറ്റ് ഈസ് എന്താ പറയാ സർവീസ് ആണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് സർവീസ് ആണ്, സേവനം. എന്ത് സാധനമാണെങ്കിലും അത് ഉത്പാദിപ്പിക്കുമ്പോൾ ഈവൻ ആയിക്കോട്ടെ സർവീസ് ആയിട്ട്, then it is produced, it should be produced in least cost of production. എന്ത് ചെയ്യണം, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം. ഈ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗങ്ങളാണ് എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന സാലറിക്ക് കൂടുതൽ അവർക്ക് മാക്സിമം അവരിൽ നിന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ആളുകളെ, എംപ്ലോയീസിനെ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ എംപ്ലോയീസിനെ നർച്ചർ ചെയ്യുക. ആൻഡ് ഓൾസോ അവരെ അവർ മാക്സിമം ഉപയോഗിക്കുമ്പോൾ they also have to give support to the employees. അപ്പൊ എന്ത് ചെയ്യണം, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാണ്ട് അവരെ ഇടിച്ചു പിഴിഞ്ഞ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാന്നല്ല. അവർക്ക് കൊടുക്കുന്ന സാലറിക്ക്, അവർക്ക് ചെയ്യുന്ന ജോലിക്ക് റീസണബിൾ ആയിട്ടുള്ള സാലറി കൊടുക്കുക അല്ലെ. അവർക്ക് എന്താ പറയാ അനുകൂലമായ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സാലറി കൊടുക്കുക. അല്ലാണ്ട് മാറി അപ്പുറത്ത് നിന്നിട്ട് അയ്യോ ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ എന്ന മൈൻഡ് ആ എംപ്ലോയീസിന്റെ മനസ്സിൽ വരാതിരുത്തണം അല്ലെ. അങ്ങനെ ചെയ്തിരുന്നത്, അതായത് അവരെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കി, അവരുടെ എന്താ പറയാ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെ മാക്സിമം നമ്മുടെ ഓർഗനൈസേഷൻ ഉപയോഗിച്ച് ആൻഡ് നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റൽസിലും മറ്റു ബിസിനസ് ഓർഗനൈസേഷനിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആയിട്ട് മാറ്റുക. ദാറ്റ് ഈസ് ദ തിങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, ഈ പറയുന്ന എംപ്ലോയീസിനെ മാക്സിമം അവരെ നർച്ചർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് ബ്രിങ് എ പോസിറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്. ആ ഓർഗനൈസേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. ഈ പോസിറ്റീവ് അന്തരീക്ഷം അല്ലാതെ നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. ഇഫ് ദ എംപ്ലോയീസ് ഹാവ് സം എന്താ പറയാ complaints or discontentment or dissatisfaction, there arise the negative image of the organization. തീർച്ചയായിട്ടും എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന എംപ്ലോയീസ്, അവരുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യക്കുറവ്, അവർക്ക് എന്തെങ്കിലും ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന് പുറത്തൊരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുക. ബിക്കോസ് എന്താണ്, ഈ ജോലിക്ക് വരുന്ന ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ആളുകളോടൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യും, മറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമേജ് വരുന്ന രീതിയിൽ ഓർഗനൈസേഷനെ കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പറയാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് ഒബ്വിയസ്ലി എന്താണ്, നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ആ ഓർഗനൈസേഷനെ കുറിച്ച് പുറത്തുള്ളവരുടെ ഇടയിൽ ഉണ്ടാക്കുക. സോ അതില്ലാതെ വർക്ക് പ്ലേസിനെ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആക്കി മാറ്റാനും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എംപ്ലോയീസിനെ മാക്സിമം നർച്ചർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് എന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് അങ്ങനെ ഹ്യൂമൻ റിസോഴ്സിലേക്ക് നമുക്ക് മാക്സിമം അവരെ യൂസ് ചെയ്യാനും അവരെയൊക്കെ ഒരു നല്ല വർക്ക് പ്ലേസ് ആക്കി ഒരു നല്ല പോസിറ്റീവ് എൻവയോൺമെന്റ് സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ there should have been some rules, regulations, policies, procedures and guidelines.
അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷന് അതിൻ്റെതായ എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ കൺസിഡർ ചെയ്ത് അവർക്ക് അവരുടെ ജോലി കൃത്യമായി ഒരു തടസ്സമൊന്നുമില്ലാതെ അല്ലെ, ഒരു ഹിൻഡ്രൻസ് ഇല്ലാതെ നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ട ചില നിയമങ്ങൾ അല്ലെ, ചില എന്താ ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെതായ ചില നിയമങ്ങളും രീതികളും ഗൈഡ് ലൈനുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്ത് ഓർഗനൈസേഷൻ അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ ഓർഗനൈസേഷനിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് there are a set of policies, procedures, guidelines which have to be followed in the organization. ബിസിനസ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ട ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ കാര്യങ്ങൾ, ഗൈഡ് ലൈനുകൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യുക, ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യുക. അത് ഫോളോ ചെയ്തിട്ടാ നമ്മള്, അല്ലാണ്ട് അതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടല്ല ഓർഗനൈസേഷൻ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ആ നിയമങ്ങളിലൂടെ, രീതികളിലൂടെ എന്തൊക്കെ പോളിസീസ് ആണോ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടത്, മാനേജ്മെന്റ് എന്തൊക്കെ പോളിസീസ് ഫോളോ ചെയ്യണം, എന്തൊക്കെ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, എന്തൊക്കെ ഗൈഡ് ലൈനുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ട്, ഓൾ ടു ബി ഫോളോഡ് ബൈ എന്താ പറയാ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ്. മാനേജ്മെന്റ് എംപ്ലോയീസും അതാത് രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും, ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഗോൾസ് വെരി ഈസിലി. വളരെ എളുപ്പത്തിൽ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലാക്കോ? അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സി, ഇഫ് യു ടേക്ക് എനി ഓർഗനൈസേഷൻ, നമ്മളിപ്പോ ഏത് ബിസിനസ് ഓർഗനൈസേഷനും എടുത്താൽ ഹോസ്പിറ്റൽസിലെ HRM ആണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽസിലും നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ ഒരു എന്താ പറയാ, അതുപോലെ തന്നെ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് അല്ലെ, നമ്മുടെ HA പോലെ തന്നെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ ഒരു എന്താ പറയാ ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ഡിപ്ലോമ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്നത് പോലെയല്ല, നമ്മുടെ HA-യിലുള്ളത് പോലെ തന്നെ ഹോസ്പിറ്റൽസിലും നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലും നമുക്ക് ജോലി കിട്ടും. ഇതിന്റെ തന്നെ ഒരു അകത്ത് സബായിട്ട് നമുക്ക് വരുന്ന ഒരു വിഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിനകത്തുള്ളതാണ്. ഹോസ്പിറ്റൽസിനകത്ത് തന്നെ HR മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ HR എവിടെയാ? HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മൾ സമീപിക്കേണ്ടത് ആ ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റോ മറ്റാളുകളെ അല്ല. ഇറ്റ് ഈസ് none other than human resource manager. ആരെയാണ് സമീപിക്കേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെയാണ്. എംപ്ലോയീസിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയോ എന്തെങ്കിലും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയോ ഒക്കെ നമ്മൾ സമീപിക്കേണ്ടത് HR-നെയാണ്. ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, ഇപ്പൊ എംപ്ലോയീസിനെ സംബന്ധിച്ച് വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. ഇതിന്റെ ചാപ്റ്ററിനകത്ത് ഫുള്ള് നമ്മൾ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സോ HR എന്ന് പറയുന്നതും നമ്മളുടെ ഈ HA പോലെ തന്നെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇന്ന് ഒരുപാട് ഡിമാൻഡ് ഈ ഒരു കോഴ്സ് പഠിക്കാനും ആളുകൾക്കുണ്ട്. ആൻഡ് ഓൾസോ മെനി ഓഫ് ദ പീപ്പിൾ ആർ ഇന്റൻഡിങ് ടു ബി എ HR മാനേജർ ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ സം അതർ ഓർഗനൈസേഷൻസ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഇന്ന് HR-ന്റെ പോസ്റ്റുകൾ ഉണ്ട്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഇത് ഇത്ര പോപ്പുലർ ആയി? ബിക്കോസ് എംപ്ലോയീസ് ഒരുപാട് ജോലി ചെയ്യുന്ന പല ബിസിനസ് സ്ഥാപനങ്ങളിലും എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസ്, പ്രോബ്ലംസ്, ചലഞ്ചസ് ദേ ആർ ഫേസിങ്. ഓർഗനൈസേഷനിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ, ചലഞ്ചസ്, ഇഷ്യൂസ് ഒക്കെ എന്താ പറയുക ഓവർകം ചെയ്യാൻ, അതിനെയൊക്കെ ഇല്ലാതാക്കാൻ, സോൾവ് ചെയ്യാനും ഒക്കെ there should be some professionals. അതിനും എന്ത് വേണം? ചില വിദഗ്ധരായ പഠിച്ച ആ ഒരു കാര്യത്തെ കുറിച്ചും എംപ്ലോയീസിനെ കുറിച്ചും അവരെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും പഠിച്ചവർ തന്നെ ആ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെ. പണ്ടൊക്കെ ഈ കോഴ്സ് ഒന്നും ഇത്ര വലിയ ഡിമാൻഡഡ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കോഴ്സ് ഒന്നും ആയിരുന്നില്ല. ഈവൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിക്കോട്ടെ. എന്താ കാരണം? അന്നൊക്കെ ഇത്രയൊന്നും എന്താ ഇപ്പൊ മനുഷ്യന്മാർക്ക് ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ, എല്ലാവർക്കും അവരവരുടെ സെൽഫിഷാണ്, അവരവരുടെ കാര്യം മാത്രമേ. അങ്ങനെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും മറ്റുള്ളതൊന്നും നമ്മൾ ഗവനിക്കില്ല, പരിഗണിക്കില്ല അല്ലെ, നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കില്ല. സോ there arises some problems, issues. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എംപ്ലോയീസും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ മാത്രം മാനേജ് ചെയ്യുന്ന ഒരു വിഭാഗം ഇറ്റ്സ് വെരി വെരി നെസസറി എന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടി അല്ലെ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സും വന്നിട്ടുണ്ട്. നമ്മുടെ സ്മാർട്ട് സ്ക്രീനിലും അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. ആഫ്റ്റർ ദിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് HR-നകത്തും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. കാരണം അപ്പൊ നിങ്ങൾക്ക് there are 2 ways, അല്ലെങ്കിൽ 2 രീതിയിലും നമുക്ക് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം.
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ HR മാനേജർ ആയിട്ടോ ഓക്കെ അല്ലെ HR ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അത് ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് വെറുതെ പറഞ്ഞു മാത്രം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ ആണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കുട്ടികൾ നമ്മളുടെ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇഫ് യു ടേക്ക് എനി ഓർഗനൈസേഷൻ, നമുക്കറിയാം പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആതുര സേവനം എന്നാണ് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ആതുര സേവനം എന്ന് അല്ലെ. ഇറ്റ് വാസ് എ സർവീസ്, ഇറ്റ് വാസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. മനുഷ്യന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ലൈക്ക് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ പറയുന്ന കെയറിങ് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് their own stability and also competition between other hospitals and they aim at profitability. നമ്മുടെ ഹോസ്പിറ്റലിന് കൂടുതൽ ലാഭം ഉണ്ടാകണം, മറ്റുള്ള ഹോസ്പിറ്റൽസുമായിട്ടുള്ള മത്സരം അല്ലെ, അവരുടെ സ്ഥാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. അപ്പോ ഇവിടെ മനുഷ്യന്മാരുടെ വെൽഫെയറിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു പ്രോഫിറ്റ് മേക്കിംഗ്. തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കുന്നതിലാണ് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അല്ലെ, അല്ലാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ജസ്റ്റ് ഇമാജിൻ അബൌട്ട് ദ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ കുറിച്ചല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ വെൽഫെയർ ആയിരുന്നു പണ്ട്, ക്ഷേമമായിരുന്നു, പൊതുജനങ്ങളുടെ ക്ഷേമം. അവർക്ക് രോഗങ്ങൾ വരുമ്പോ വേഗം തന്നെ ശുശ്രൂഷിക്കുക, രോഗമൊക്കെ പടർന്നു പിടിക്കാതെയൊക്കെ നോക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ വരുന്ന ആളുകളെ പിഴിഞ്ഞ് അവർക്ക് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജ് എമൗണ്ട് അല്ലെ, അത് എന്താ പറയാ ഈടാക്കി അവർക്ക് സേവനം കൊടുക്കുക, വേഗം അത് എന്താ പറയാ അവരെ ഇതാക്കുക അല്ലെ, പിടിച്ചു കിടത്തുക, അവിടെ അഡ്മിഷൻ ചാർജസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് അതിനൊക്കെ ഇതൊക്കെ ബിസിനസ് മൈൻഡഡ് ആയി. കാരണം വി ആർ ലിവിങ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് ഒരു ബിസിനസ് യുഗമാണ്, ബിസിനസ് യുഗം. ആ ബിസിനസ് യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മെയിൻ എയിം ഈസ് ടു മേക്ക് പ്രോഫിറ്റ്സ്. തീർച്ചയായിട്ടും ഓരോ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ആണ് ഇന്ന് കൂടുതലും അതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ലാഭം തന്നെയാണ്. അപ്പൊ ഇഫ് യു ടേക്ക് എനി ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് ഓർഗനൈസേഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസോ മറ്റേത് തുണിക്കടകളുണ്ട് നമ്മുടെ ചുറ്റിനും, ഫുഡ് വെയർ ഷോപ്പുകളുണ്ട്, ഫർണിച്ചർ ഷോപ്സ് ഉണ്ട് അല്ലെ, മെഡിക്കൽ ഷോപ്പുകളുണ്ട്, ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള ഏത് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും we can say there are 4 components or 4 types of resources in an organization. ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും 4 രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ട്. ലെറ്റ്സ് സേ ഏതായിരിക്കും 4 റിസോഴ്സസ് ഇല്ലാതെ ഒരു ബിസിനസ് നമുക്ക് നടത്താൻ പറ്റില്ല എന്ന്. ആ 4 റിസോഴ്സ് ഏതൊക്കെയാ? മണി, കാശ് വേണ്ടേ ബിസിനസ് നടത്താൻ? ഇല്ലേ? ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, വെറുതെ ആഗ്രഹം മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്ലസ് അതിന്റെ ഒപ്പം എന്ത് വേണം? അതിന് നടത്താൻ കുറച്ചെങ്കിലും കാശ് വേണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മണി. ആ മണീനെ നമ്മൾ ബിസിനസ്സിലേക്ക്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി, ആരംഭിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കൊണ്ടുവരുമ്പോ അത് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും, മൂലധനം അല്ലെ. ഈ മൂലധനം എന്ന് പറയുന്നതിൽ തന്നെ ധനമുണ്ട്. സോ വി നീഡ് മണി ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങാൻ തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് മണി എന്ന് പറയുന്നത്. മണി, മെറ്റീരിയൽസ്. എന്ത് ബിസിനസ് ആണോ നമ്മൾ ചെയ്യുന്നത് ആ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലേക്ക് കുറെ മരുന്നുകൾ കൊണ്ടു വയ്ക്കണം, അതാണ് അവിടുത്തെ മെറ്റീരിയൽസ്. ഒരു തുണിക്കടയാണ് തുടങ്ങുന്നതെങ്കിൽ ആ തുണിക്കടയ്ക്ക് വേണ്ട ഒരുപാട് മെറ്റീരിയൽസ്, തുണികൾ കൊണ്ടു വയ്ക്കണം. പല ടൈപ്സ് ഓഫ്, പല ആളുകളുടെ പല ഏജസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ തുണിത്തരങ്ങൾ, അതാണ് അവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലാകുമ്പോ ഹോസ്പിറ്റലിൽ ഒരുപാട് എന്താ പറയാ പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ പ്രോഡക്റ്റ് അല്ല, അവിടെ സർവീസ് ആണ്. അപ്പൊ സേവനം കൊടുക്കും. ഏതൊക്കെ വിഭാഗത്തില് പേഷ്യൻസ് ഉണ്ടോ അവർക്ക് അവരുടേതായ രീതിയിലുള്ള സജഷൻസും പ്രിസ്ക്രിപ്ഷൻസും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് സോ മെറ്റീരിയൽസ്, അതും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു റിസോഴ്സ് ആണ്. Then the next one is machinery. We know every business organization also needs some particular machineries to run that business. ആ ബിസിനസ് കണ്ടക്ട് നടത്താൻ അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പലതരത്തിലുള്ള മെഷീൻസും നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ വേണം. സി, നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. കമ്പ്യൂട്ടർ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് മെഷീനറി ഇൻ എവറി ബിസിനസ് ഓർഗനൈസേഷൻ. ഇന്നത്തെ കാലത്ത് ഇത് എന്താ പറയാ, നമ്മള് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഇല്ലാതെ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനവും കാണാൻ പറ്റില്ല. എല്ലാ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന ഈച്ച് ആൻഡ് എവറി ഡോക്ടേഴ്സിന്റെ ടേബിളിലായിക്കോട്ടെ, ഫാർമസിയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ കാണാം. അപ്പൊ അങ്ങനത്തെ എത്ര കമ്പ്യൂട്ടർ മെഷീൻസ് വേണം ഒന്ന് ആലോചിക്കുക. ഞാൻ ഏറ്റവും ചെറിയ മെഷീന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ മിക്ക ബിസിനസ് ഓർഗനൈസേഷനിൽ AC, സെൻട്രലൈസ്ഡ് AC ഉണ്ട്, അല്ലാതെ റൂം വൈസിലുള്ള ACസും ഉണ്ട്, അതും മെഷീനറീസ് ആണ്.
ഹോസ്പിറ്റൽസിലേക്ക് നോക്കിയേ, ഒരുപാട് ഡിഫറെന്റ് മെഷീൻസ് നമ്മുടെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി. കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എക്കോ നടത്തുന്ന മെഷീൻ ഉണ്ട് അല്ലെ, പിന്നെ TMT മെഷീൻ ഉണ്ട്, ഒരുപാട് മെഷീൻസ് ഉണ്ട്. എല്ലാം നമുക്കറിയില്ല. നമുക്കൊക്കെ കുറെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ മെഷീൻസ് ഒക്കെ. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ മെഷീൻസാ ഉള്ളത്, ICUല്. അപ്പൊ ഒരുപാട് മെഷീനറി ഈസ് ഓൾസോ നീഡഡ് ടു റൺ എ ബിസിനസ്. ഏത് ബിസിനസ് നടത്തുന്നതിനും മെഷീനറി എന്ന് പറയുന്നത് സോഴ്സ് മണി, മെറ്റീരിയൽ, മെഷീനറി മാത്രം പോരാ. ഇതെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ തന്നെയൊന്നും പ്രവർത്തിക്കാറായിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല നമ്മൾ അല്ലെ. ഡെവലപ്പിംഗ് ആണ്. റോബോട്ടുകളെ കൊണ്ട് ഇങ്ങനെ എന്താ പറയാ ചെയ്യിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് പോപ്പുലർ ഒന്നും ആയിട്ടില്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വരുമായിരിക്കാം. whatever it may be, മനുഷ്യനെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായതുപോലെ ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമായിരിക്കും. കമ്മിങ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ചിലപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് കൂടാതെ ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കാൻ പണം ഉപയോഗിച്ചാണെങ്കിലും മെറ്റീരിയൽസ് ഉണ്ട്, മെഷീനറി ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും എന്താ പറയാ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന മനുഷ്യ വിഭവം, മനുഷ്യനെ വിഭവമാക്കി. എവിടെ നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മളൊക്കെ ഹ്യൂമൻ ആണ്. പക്ഷെ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ വേണ്ടി വർക്കിംഗ് വി ആർ ഹ്യൂമൻ റിസോഴ്സ്. ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സുകളിൽ പെട്ടവരാണ് നമ്മളെല്ലാവരുമായിട്ടുള്ള ടീച്ചേഴ്സ്. എവിടെ നമ്മൾ ജോലി ചെയ്യുന്നു അവിടുത്തെ വിഭവമാണ്. കാരണം എന്താ, ആ ഒരു വിഭവം ഇല്ലാതെ നമുക്ക് വി കനോട്ട് റൺ എ ബിസിനസിനെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഈ 4 റിസോഴ്സസ് ഏത് ബിസിനസ് ഓർഗനൈസേഷനും അത്യാവശ്യം വേണ്ട 4 റിസോഴ്സസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതൊക്കെയാ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഈ മെൻ എന്ന് പറയുന്ന നാലാമത്, അത് 4 M's പ്രാസോപ്പിച്ച് ഒക്കെ പറയൂലേ, അതുപോലെ 4 M's ആയിട്ടാണ് M എന്ന് പറയുന്നത് മെൻ ആയി വന്നേക്കുന്നത്. ആ M ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറയുന്ന അതിലെ കഥാപാത്രങ്ങൾ. ഹ്യൂമൻ റിസോഴ്സുകളാണ് ആ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തേറെ ഇച്ചിരി പാട് പിടിക്കും. കാരണം വെച്ചാൽ എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല. ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ കേൾവിയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. എല്ലാവരും അതല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആരാണ് ഇവർ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്തുകൊണ്ട് ഇങ്ങനെ കയറി വന്നു എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ എവിടെ ജോലി ചെയ്യുമ്പോഴും ആ ജോലി സ്ഥലത്ത് നമ്മളെ എന്ത് വിളിക്കും? എംപ്ലോയി എന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ്. കേട്ടോ, മനോഹരമായ ഒരു വാക്കാണ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം. See, we are contributing something to that particular business. അതുകൊണ്ടാണ് നമ്മൾ വിഭവം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? നമ്മൾ ആ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്, നമ്മളുടെ സേവനം കൊടുക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന പേര് ബിസിനസ്സിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എംപ്ലോയി എന്നതിനേക്കാൾ കുറച്ചും കൂടി മനോഹരമായ പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതും നമ്മളുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടർ, ഒരു കമ്പോണന്റ്, ഒരു റിസോഴ്സ് ആണ്. അപ്പൊ ഒരു ഓർഗനൈസേഷന് വിത്തൗട്ട് ഹ്യൂമൻ എഫേർട്സ് എന്നാ പറഞ്ഞേക്കുന്നത്. ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ, മനുഷ്യന്മാരുടെ പ്രയത്നം പരിശ്രമമൊന്നും ഇല്ലാതെ ദേ കനോട്ട് അക്കംപ്ലിഷ് എനി വർക്ക്. ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു ഒബ്ജക്റ്റീവും ലക്ഷ്യവും നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ഒരുപാട് കാശൊക്കെ മുടക്കി വലിയ കെട്ടിടമൊക്കെ വാങ്ങിച്ചു, കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി, ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വിൽക്കാനും ഒക്കെ കൊണ്ടു നിറച്ചു വെച്ചു, ഒരുപാട് നല്ല നല്ല മെഷീനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, നല്ല AC ഒത്തിരി മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിലൊക്കെ അവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഓണർ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ ബിസിനസ് നടക്കില്ല തീർച്ചയായിട്ടും. അതിനെ പ്രവർത്തിപ്പിക്കാൻ ഈച്ച് ആൻഡ് എവറി എന്തൊക്കെ മെഷീൻസ് ഉണ്ടോ അത് പ്രവർത്തിപ്പിക്കാനും അവിടെ ഏതൊക്കെ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ അതൊക്കെ നിറയ്ക്കാനൊക്കെ അവിടെ മനുഷ്യന്മാരുടെ എഫേർട്ട് തീർച്ചയായിട്ടും വേണം. മനുഷ്യൻ അവോയ്ഡ് ചെയ്തിട്ട് ഇതുവരെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മളിപ്പോ കേൾവിയില്ല. ഭാവിയിൽ വരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വരുമായിരിക്കും. ഓക്കെ, സോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സ് അതിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പൊ മാൻ കമ്പോണന്റ്, അതായത് മാൻ പവർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റിനെ മാനേജ് ചെയ്യുക. That is the very important, and also it is the central task of any business organization, and it depends upon how well it is done. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന റിസോഴ്സ് ആണ് ഏത്?
ഹ്യൂമൻ റിസോഴ്സ്. അത് എത്രത്തോളം ഭംഗിയായി നമ്മൾ അവരെ മാനേജ് ചെയ്യുന്നു അത്രത്തോളം ഭംഗി ആ ഓർഗനൈസേഷൻ ഉണ്ടാകും. മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭംഗി ആയിട്ട് നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യണം. കാരണം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ മാത്രമല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യണം. ഇഫ് ദേ ഹാവ് സം പ്രോബ്ലംസ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം മനുഷ്യന്മാരാണ് ഏറ്റവും പെട്ടെന്ന് എന്താ പറയാ, ഈ മനുഷ്യന്മാരെ പല സ്ഥലങ്ങളും ജോലികളിൽ നിന്ന് എന്താ പറയാ, മനുഷ്യന്മാരെ ജോലികൾ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് മെഷീൻസ് ഒക്കെ ഇന്ന് ഇൻവെന്റ് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട് ആൾക്കാര്. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ഈ മെഷീൻസ് പോലെയല്ല. മെഷീൻസ് ഒരു സ്വിച്ച് ഇട്ടാൽ അങ്ങോട്ട് പ്രവർത്തിച്ചോളും അല്ലെ, നമ്മളതിനെ ഒന്ന് മാനേജ് ചെയ്ത് അടുത്തൊക്കെ നിന്നാൽ മതി, സ്വിച്ച് ഇട്ടാൽ അങ്ങോട്ട് പ്രവർത്തിച്ചോളും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ തിങ് വിച്ച് ബിക്കംസ് ഫാറ്റിക് അല്ലെങ്കിൽ ടയേർഡ്. അതിന് ക്ഷീണവും ഇല്ല, അതിന് മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം മുഴുവനും. പക്ഷെ മനുഷ്യന്മാരുടെ അവസ്ഥ അതല്ല. നമ്മളുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് നമുക്ക് ഒരുപാട് മാറി മാറി വരുന്ന ആൾക്കാരാണ് മനുഷ്യര്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഹ്യൂമൻ കമ്പോണന്റിനെ വളരെ ഭംഗിയായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം, കൈകാര്യം ചെയ്യണം. അവരെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്താ പറയാ, നല്ല രീതിയിൽ തൊട്ടും തലോടെയൊക്കെ നിൽക്കണം. അപ്പൊ ദേ ക്യാൻ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ്. അപ്പൊ എന്ത് ചെയ്യും, എംപ്ലോയീസിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടും. അവരോടൊപ്പം നിൽക്കുമ്പോൾ, മാനേജ്മെന്റ് എപ്പോഴും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എംപ്ലോയീസിന് അവരുടേതായ ഒരു എന്താ പറയാ, നമ്മളെ കാര്യങ്ങളിൽ കെയറിങ് ഉണ്ട്. നമുക്ക് ജോലി ചെയ്യിപ്പിക്കുക മാത്രമല്ല, നമ്മൾ ശമ്പളം തരിക മാത്രമല്ല, നമ്മുടെ മറ്റു പല കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് എംപ്ലോയീസിനോട് എങ്ങനെയുണ്ട്, സുഖാണോ, വീട്ടിലൊക്കെ എന്തൊക്കെയുണ്ട്, വെറുതെ ഒരു വിശേഷം, വെറുതെ ഒരു വായിന്നു എന്തൊക്കെ കയ്യിൽക്കൊള്ളൂ അല്ലെ, 2-3 വേർഡ്സ് അതൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു എന്താ പറയാ, ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബോണ്ടിങ് ഫീൽ. എംപ്ലോയീസിന് മാനേജ്മെന്റ് ഒരു ബോണ്ടിങ്, ഒരു ഫീലിംഗ്, നമുക്കൊരു സെക്യൂരിറ്റി, സേഫ്റ്റി ഫീലിംഗ് എംപ്ലോയീസിന് ഫീൽ ചെയ്യും. അത് അവരെ കൂടുതൽ മോട്ടിവേറ്റ്. അങ്ങനെ അവരെ എത്രത്തോളം നന്നായി മാനേജ് ചെയ്യുന്നോ അത്രത്തോളം ഭംഗി എതിരുണ്ടാവും ബിസിനസ് ഓർഗനൈസേഷന് ഉണ്ടാകും. സോ ദ മാനേജേഴ്സ് പ്രൈം റെസ്പോൺസിബിലിറ്റി, അതുകൊണ്ട് പറയാം നമുക്ക് ഒരു എന്താ പറയാ, മാനേജറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മള് മാനേജ് ചെയ്യുക, ആളുകളുടെ അവിടുത്തെ പീപ്പിളിന്റെ, അതായത് എംപ്ലോയീസിന്റെ ഒക്കെ അവരെ മാനേജ് ചെയ്യുക, അവരുടെ ബിഹേവിയറും അവരുടെ പെർഫോമൻസ് ഒക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ പ്രത്യേകത അവരുടെ ഓൺ ഡിപ്പാർട്ട്മെന്റ്, എന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെയും മാനേജ് ചെയ്യാം. എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്താൽ പോരാ, എന്റെ ഡിപ്പാർട്ട്മെന്റ് ഹൗ വെൽ ഇറ്റ് ഈസ് വർക്കിംഗ്, ഞാൻ ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടോ, എന്റെ ഒപ്പം നിൽക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാര് മറ്റുള്ളവരെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നോക്കണം. അതോടൊപ്പം തന്നെ എംപ്ലോയീസ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ബിഹേവിയർ, അവരുടെ പെർഫോമൻസ് ഓൾസോ ഹാവ് ടു ബി കൺസിഡേർഡ്. സോ ഹൗ ഗ്രേറ്റർ കമ്മിറ്റ്മെന്റ് ഈസ് ദ മെമ്പേഴ്സ് ഷോ ടു ദ ഓർഗനൈസേഷൻ. എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഓരോ എംപ്ലോയീസും ആ ഓർഗനൈസേഷനോട് കാണിക്കുന്നു, ഞാൻ എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടാണ് എന്റെ ജോലി ചെയ്യുന്നത്, ദാറ്റ് മീൻസ് അത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗിവ് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഇഫക്റ്റീവ്നെസ്. അത്രയും ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഓരോ എംപ്ലോയീസും അങ്ങനെ ചിന്തിക്കണം, ഐ ഹാവ് ടു ബി കമ്മിറ്റഡ് അല്ലെ, ഞാൻ വളരെ കമ്മിറ്റഡ് ആയിട്ട് എന്റെ ജോലി ഞാൻ ചെയ്യണം. അപ്പൊ ഓരോ എംപ്ലോയീസും അങ്ങനെ ജോലി ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ് വർക്കാണ് അവിടെ കൂടുതൽ പുഷ്ടിപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ആർക്ക് പറ്റണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പറ്റണം. എംപ്ലോയീസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, വെറുപ്പിക്കാതെ, കഷ്ടപ്പെടുത്താതെ, സാറ്റിസ്ഫൈഡ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, എന്തൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ സന്തോഷത്തോടെ, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു വികാരമായിട്ട് ഇത് എന്റെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭംഗിയായും വൃത്തിയായും അവർ ജോലി ചെയ്യും. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് പറ്റണം. ക്ലിയർ ആയോ? കുഞ്ഞു 3 പാരഗ്രാഫാണ് ഞാനിപ്പോ ഇത്ര നേരം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഈ 3 പാരഗ്രാഫിൽ ഏതെങ്കിലും സെന്റൻസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാനുണ്ട്, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പോ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം പറയാം കേട്ടോ. ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്, അവിടെ വരെ ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്, അത് കഴിഞ്ഞിട്ട് വിച്ച് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി മൾട്ടിപ്പിൾ എന്നൊന്നും വേണമെന്നില്ല, അത് വേണ്ട. ബാക്കി അണ്ടർലൈൻ ചെയ്യേണ്ടത് എ വെൽ റൺ ഓർഗനൈസേഷൻ ഡിവൈസസ് എ സെറ്റ് ഓഫ് റൂൾസ് സംടൈംസ് കോൾഡ് പോളിസീസ്, പ്രോഗ്രാംസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഓർ ഗൈഡ് ലൈൻസ്. അതാണ് അതിന്റെ ഇടയിൽ ഒരു കോമയുടെ ഇടയിൽ ഒരു കഷ്ണം കിടക്കുന്നത് വേണ്ട. അതിന് കുറച്ചും കൂടി ആ ഓർഗനൈസേഷന്റെ ഗോൾസിനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ ഗോൾസ് എന്ന് പറയുമ്പോ
ഒരു ലക്ഷ്യം മാത്രമല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുക, പല ലക്ഷ്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകും, ഒറ്റ ലക്ഷ്യം മാത്രമുള്ള ഓർഗനൈസേഷൻ ഉണ്ടാകും. ചില ഓർഗനൈസേഷനിൽ എനിക്ക് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കിയാൽ മാത്രം മതി, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതാണ് എന്റെ ലക്ഷ്യം, നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യം. അങ്ങനെ ഒറ്റ ലക്ഷ്യമായിട്ടുള്ള ബിസിനസ്സും ഉണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതിനേക്കാൾ ഉപരി എന്റെ കസ്റ്റമേഴ്സിന്, എന്റെ ഓർഗനൈസേഷനിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാക്സിമം ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുക, അല്ലെ? അങ്ങനെ പിന്നെ എന്താ പറയാ, സമൂഹത്തിൽ ഒരു പേരും നിലയൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒന്ന് ഡിഫൈൻ ചെയ്തത്, ആ വിച്ച് ചേർത്തത് ആ 2 കോമയുടെ ഇടയിൽ. ഓക്കെ, അത് വേണ്ട, അതില്ലാണ്ട് മതി നമുക്ക്. നെക്സ്റ്റ് പാരഗ്രാഫില് 4 types of resources in an organization: money, material, machinery and men. മെന്നിന്റെ ബ്രാക്കറ്റിൽ ഹ്യൂമൻ റിസോഴ്സ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫില് as a result വേണ്ട, the managers have a prime responsibility not only for the behavior and performance of the other people but also their own departments. ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക, അതിന്റെ അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. the greater വെച്ചിട്ട് the greater the more എന്നൊക്കെ എവിടെയെങ്കിലും പഠിച്ചല്ലേ പണ്ട് ഇംഗ്ലീഷിലൊക്കെ. ഒരു സെന്റൻസ് വെച്ചാണ് നല്ല ഭംഗിയുള്ള ഒരു സെന്റൻസ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. The greater the commitment of the members of organization. ഓർഗനൈസേഷന്റെ ഗോൾസിന് വേണ്ടിയിട്ട് എത്രത്തോളം മെമ്പേഴ്സ് കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നുവോ, the greater is the degree of effectiveness with which the organization works. അത്രയും മനോഹരമായി ഗ്രേറ്റർ ആയിട്ടുള്ള ഇഫക്റ്റീവ് എന്തുണ്ടാകും, ഓർഗനൈസേഷന്റെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകും എന്നാണ്. സി ഇനി അടുത്തത്, ആൻഡ് നമ്മൾ ഓൾറെഡി വി ഹാവ് സെഡ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ അപ്പോൾ ഈ പറയുന്ന മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ, ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് മെൻ തന്നെയാണ്, അല്ലെ? മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദ സക്സസ്. മാത്രമല്ല മനുഷ്യന്മാരെ കൊണ്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൂടുതലും അതിന്റെ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം എന്താ പറയാ, ഇപ്പൊ പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയാ, അതൊക്കെ നമുക്ക് കയ്യില് കാശുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഹ്യൂമൻ എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയാ, ഒരുപാട് നമ്മുടെ ഓർഗനൈസേഷന്റെ സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു ബിസിനസിന്റെ സക്സസിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. മറ്റു കാര്യങ്ങളെ മണി, മെറ്റീരിയൽ, മെഷീനറിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. എന്നാൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ സെറ്റിംഗ്സിന് നമുക്ക് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ മണി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, കാശ് ഇപ്പൊ ബാങ്കിൽ ലോൺ ആയിട്ടല്ല എടുക്കാൻ പറ്റും. അതുപോലെ മെഷീനറീസ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഹൈ ക്വാളിഫൈഡ്, എക്സ്പീരിയൻസ്ഡ്, നല്ല എന്താ പറയാ കമ്മിറ്റ്മെന്റ് ഉള്ള എംപ്ലോയീസ് ഇതിനൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സി ആൻഡ് ഈ ഹ്യൂമൻ ബീങ്സിനെ മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഇറ്റ്സ് എ ഗ്രേറ്റ് ഓർ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയാം. ഈ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതെന്താ പാടാണെന്ന് പറയാൻ കാരണം, ഈ ഹ്യൂമൻ റിസോഴ്സ് നമുക്കില്ലേ, നമുക്ക് ഓരോ ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട് അല്ലെ, നമുക്ക് ഓരോ സ്വഭാവ രീതിയില്ലേ. നമ്മുടെ സ്വഭാവം നമ്മൾ എവിടുന്ന പഠിക്കണേ? വീട്ടിൽ നിന്ന് കുറെ സ്വഭാവം പഠിച്ചോണ്ട് വരും എന്ന് പലപ്പോഴും ആരെങ്കിലും ഒക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തില് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഓരോന്നൊക്കെ പഠിച്ചു വന്നിരിക്കുക, ഓരോ സ്വഭാവ രീതികള്. ഈ സ്വഭാവ രീതികൾ പഠിക്കുന്നത് എവിടുന്നാ? പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നമ്മളല്ലേ, എവിടെയെങ്കിലും. ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കേട്ടതാകും ഇതൊക്കെ എന്ത് സ്വഭാവം, ഇത് ആരുടെ സ്വഭാവമാണോ? നമ്മൾ നമ്മുടെ മക്കളോട് പറയും ഇത് ആരും ഇതെന്റെ സ്വഭാവമല്ല അല്ലെ പറയും. അങ്ങനെ എന്നിട്ട് ആ സ്വഭാവ രീതി ആരെങ്കിലും തന്നെ കൊണ്ടുപോയി കെട്ടിവെക്കും. നല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ വായിക്കും, ആക്രമിച്ച്, അതല്ലെങ്കിൽ വലിയൊരു തലവെക്കാനായിട്ട് നമുക്ക് നോക്കും. അപ്പൊ ഈ സ്വഭാവത്തെ പറ്റി പല ആളുകളെ കുറിച്ച് നമ്മൾ കമന്റുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, നമ്മൾ അങ്ങോട്ട് പറയാറുണ്ട്. സി എന്താണ് ഈ ഒരു ബിഹേവിയറൽ പാറ്റേൺ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? സി നമുക്ക് പല സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടിയത്. അല്ലാണ്ട് നമ്മള് എന്താ പറയാ അതെങ്ങനെ കിട്ടിയ, ഒന്ന് നമ്മളുടെ എന്താ പറയാ അച്ഛനമ്മയൊക്കെ ഡോക്ടറൊക്കെ നമ്മൾ ജനിച്ചു വളർന്നപ്പോ തുടങ്ങി അവരെയൊക്കെ കണ്ടു വളർന്നത്. അപ്പൊ അവരുടേതായ ചില സ്വഭാവ രീതി നമുക്ക് കിട്ടും. ഒന്ന് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. അതെന്താ?
പാരമ്പര്യം എന്ന് പറയും അല്ലെ, പാരമ്പര്യം. അച്ഛന്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും ഒക്കെ ചെറുതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും അത്, കാരണം അതൊരു ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. ദെൻ പിന്നെ നമ്മൾ എന്താ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ വലുതായി കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലേക്കൊക്കെ സ്കൂളുകളിലൊക്കെ പോകും. അവിടെ നമ്മളുടെ കൂട്ടുകാരിൽ നിന്ന് പല സ്വഭാവ രീതികൾ നമ്മൾ പഠിക്കും. അത് വലുതാകുന്നതോടും പഠിക്കും. വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഒക്കെ പഠിച്ച് ഒരു വിധമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇതെല്ലാം പഠിത്തങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സൊസൈറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങും. ആ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ ഓൾസോ വി സ്റ്റഡി സം ബിഹേവിയർ. നമ്മൾ അവിടെ നിന്ന് പഠിക്കും കുറെ ബിഹേവിയർ. അല്ലാതെ നമ്മൾ ഇതെല്ലാം കൂടി ഒരു പുസ്തകത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇത് പഠിച്ചതല്ല ആരും തന്നെ. എല്ലാവരും പ്രാക്ടിക്കൽ നോളജ് ആണ് ഈ ബിഹേവിയറൽ പാറ്റേണിന്റെ കാര്യത്തിൽ. പ്രാക്ടിക്കലാണ് നമുക്ക് കിട്ടിയത്. നമ്മളുമായിട്ട് ഇടപഴകുന്ന, നമ്മളുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. അങ്ങനെ നമ്മൾ ഒരുപാട് സ്വഭാവ രീതികൾ പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾക്ക് അല്ലെ, നമ്മുടെ ആ ഒരു രീതിയിൽ. അങ്ങനെ വരുമ്പോ ഓരോരുത്തർക്കും ഡിഫറെന്റ് ബിഹേവിയർ ഉള്ളത്. രണ്ടാളുകളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ there are no two similar behaviors. നമുക്ക് ആ വ്യക്തികളിൽ ഒരേപോലുള്ള ബിഹേവിയറൽ പാറ്റേൺ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തരും വളർന്ന സാഹചര്യം, അവര് ഇന്റർഫിയർ അല്ലെങ്കിൽ അവർ ഇന്റർ ചെയ്തിരുന്ന സിറ്റുവേഷൻസ്, അതനുസരിച്ച് they get some behavior, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചില ബിഹേവിയറൽ പാറ്റേൺ അവര് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതം മുഴുവൻ അത് നമ്മൾ ഇങ്ങനെ ക്യാരി ഓൺ ചെയ്യും, കണ്ടിന്യൂ ചെയ്യും അല്ലെ. എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ നമ്മളത് പ്രകടമാക്കും. ഈവൻ ഇൻ എ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ ആളുകളുടെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കാം, എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം, നമ്മളുടേതായ ചില സ്വഭാവ രീതികൾ നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് കാണിക്കും. പുറത്ത് കാണിക്കാൻ പറ്റുന്നത് അല്ലാത്തതൊക്കെയാണെങ്കിൽ നമ്മളത് ചെയ്യും, പ്രകടമാക്കും അല്ലെ. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾക്ക് പല രീതികളിൽ നമ്മൾ ആർജിച്ചെടുത്തതാണ്. തീർച്ചയായിട്ടും അത് ആർക്കും വേണ്ടി നീ ഇന്ന ആളാണ്, നിനക്ക് ഇത് സ്വഭാവമായിട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ജനിച്ചപ്പോഴേ വരുന്നതല്ല. ഇതൊക്കെ നമ്മൾ പലതും കുറച്ച് മാത്രമാണ് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്നുള്ളൂ, അതായത് നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തന്നെ ഇവിടെ നിന്നൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാ. അപ്പൊ ഇതൊക്കെ ആയതുകൊണ്ട് each and every human behavior have their own behavioral pattern and they have their own nature, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ സ്വഭാവ രീതി ആ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എല്ലാവരുടെയും അല്ലെ. അപ്പൊ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണോ? അല്ല. ഈ പല സ്വഭാവമുള്ള ആൾക്കാരെ ഹൗ ടു മാനേജ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ HL എന്നിരിക്കുന്ന HR പഠിച്ചതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ഹോസ്പിറ്റൽ യു എൻ സി ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. നഴ്സസ് ആയിക്കോട്ടെ, മറ്റേത് സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല അല്ലെ. എല്ലാവരും പല വീട്ടിൽ നിന്ന് അണ്ടർ എ റൂഫ്, ഒരു റൂഫിന്റെ കീഴിൽ വന്ന് ജോലി ചെയ്യാണ്. ഓരോരുത്തർക്കും പല പല സ്വഭാവമാണ്. ഒന്ന് കാര്യം നമുക്ക് വീട്ടിലേക്ക് പോകാം, നമ്മുടെ വീടുകളിലേക്ക് തന്നെ ആലോചിക്കാം. നമ്മുടെ വീട്ടില് ആകെ ഇപ്പൊ ഏകദേശം ഒരു വീട്ടില് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും, എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇപ്പോഴത്തെ കാലത്ത് ജോയിന്റ് ഫാമിലീസ് ഒക്കെ അങ്ങോട്ട് അധികമൊന്നുമില്ല, എന്നാലും ചില സ്ഥലത്തുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രം, ചിലയിടത്ത് മാത്രം ജോയിന്റ് ഫാമിലി 10-25 പേരൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചപ്പോ അവരുടെ വീട്ടിൽ എന്തോ 12-13 പേരുണ്ടെന്ന് പറയും, ജോയിന്റ് ഫാമിലി ആകുന്നത്. പക്ഷെ ആവറേജ് അല്ലാതെ നമ്മൾ എടുക്കുമ്പോ ഒരു എന്താ പറയാ, ഒരു 5 അല്ലെ, ഒരു 6 മാക്സിമം അത്രയൊക്കെ ആളുകളാണ് ഒരു വീട്ടിലുള്ള ഇന്നത്തെ കാലത്ത് അല്ലെ. പിന്നെ അങ്ങോട്ട് താഴേക്കുള്ളൂ. 6 ഞാൻ പറഞ്ഞ മാക്സിമം ലിമിറ്റ് ആണ്. മാക്സിമം 6 പേര്, അച്ഛനും അമ്മാമ്മയും പിന്നെ ഭാര്യയും ഭർത്താവും പിന്നെ 2 കുട്ടികൾ. അങ്ങനെ ഞാനൊരു 6 പേര് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ 6 പേര് അതിൽ കൂടുതലില്ല. ഈ 6 പേർക്കാണെങ്കിൽ കൂടുതൽ പേർക്കും അതിനകത്ത് ചിലപ്പോ നമ്മൾ മാത്രം ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ആളായിരിക്കാം. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ബ്ലഡ് റിലേഷൻ ആണ് അല്ലെ. ഒരു ഫാദർ ആൻഡ് മദർ, അവരുടെ മകനായിരിക്കും ചിലപ്പോൾ നമ്മളെ കല്യാണം കഴിച്ചിരിക്കണേ. അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ ഇതൊക്കെ ചില സ്വഭാവങ്ങൾ ആ ആണിന് കിട്ടിയിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, മാത്രം വേറെ വീട്ടിൽ നിന്ന് വന്നു, നമ്മളുടെ 2 പേരുടെയും കൂടി മക്കളുണ്ടാവും, നമ്മുടെ സ്വഭാവം. അപ്പൊ ബ്ലഡ് റിലേഷനിലുള്ളവരാണ് കൂടുതലോടുള്ളത്. ഇതുങ്ങൾക്ക് തന്നെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഒരേ സ്വഭാവമാണെന്ന് നിന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് സങ്കല്പിച്ച് നിങ്ങള്. ഈ പറയുന്ന നമ്മൾ ഒരു ദിവസത്തില് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഞാൻ തോറ്റിട്ട് അതെല്ലാം വഴിക്ക് ഇട്ടിട്ട് പോകാനോ തോന്നണേ എന്ന് ഡയലോഗ് നിങ്ങൾ പറയാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടാ. മനുഷ്യനെ ഇങ്ങോട്ട് കേറുമ്പോ തലയ്ക്ക് വിടാതെ പിടിക്കും. നമ്മൾ ഒരു വിധമൊക്കെ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോഴോ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോഴോ നമ്മളെല്ലാം നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് അടുക്കും ചിട്ടയില് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് പോകും. കൊച്ചിനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടോ ഇതൊക്കെ ശരിയാക്കിയിട്ട് വന്നിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോ, എന്നിട്ട് പാത്രം ഇവിടെ വെച്ചെടുക്കുന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യത്തൊക്കെ നമ്മൾ പുറത്ത് പോവുകയും വരുമ്പോ വൈകുന്നേരമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ തുടങ്ങി
വീടിന്റെ അകത്ത് ഫ്രണ്ടിലത്തെ കാലെടുത്ത് വെക്കുന്നോടം തുടങ്ങി അടുക്കളയുടെ അച്ഛൻ വരെ ചിലപ്പോ പല സാധനങ്ങളും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു കാഴ്ച ഒന്ന് കണ്ടോട്ടം ചെന്നേ, എന്ത് കുളിർമയാണല്ലേ മനസ്സിന്, അല്ലെ? നല്ല സന്തോഷമായിരിക്കില്ലേ? അപ്പൊ തന്നെ തുടങ്ങി നമുക്ക് ഞാൻ പോയപ്പോ എങ്ങനെ വെച്ചിട്ട് പോയതാ, അപ്പൊ തുടങ്ങി നമ്മൾ ഇങ്ങനെ കുരുമുറുകൾ എന്ത് ചെയ്യും, കുരുമുറുത്ത കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യും, വീണ്ടും അതൊക്കെ തന്നെ അതാത് സ്ഥാനങ്ങളിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യണം, അതൊക്കെ വൃത്തിയാക്കണം. പിന്നെ ഓക്കെ, അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള ഈ 3, 4, 5 എണ്ണത്തിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഇൻ കേസ് ഓഫ് എ ഹോസ്പിറ്റൽ? അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ഒക്കെ പല പല വീട്ടിൽ നിന്ന് വരുന്നത്, പല പല സ്വഭാവം, പല പല വികാരങ്ങളുള്ളത്, അല്ലെ? ഒരുപാട് സ്വഭാവ എന്താ പറയാ സ്വഭാവത്തിൽ ഒരുപാട് ചിലപ്പോഴൊക്കെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഇത് ഒട്ടും ക്ഷമയില്ലാത്ത ആൾക്കാർ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവര്, എങ്ങനെയാണ് അവര് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് റിയാക്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇതുങ്ങളെയൊക്കെ നമ്മളെങ്ങനെ ഇവിടെ മാനേജ് ചെയ്യും? അപ്പോ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഹോസ്പിറ്റലും അതുപോലെയുള്ള മറ്റ് ബിസിനസ് ഓർഗനൈസേഷനിലും ഇങ്ങനെയുള്ള ആളുകൾ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ഒരാൾക്കാർ വേണം. അതിനുള്ള പ്രൊഫഷണൽസ് ആണ് നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മാനേജേഴ്സ്. ഓക്കെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സ് തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ എല്ലാ സ്വഭാവ രീതികളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും ഇതിനനുസരിച്ച് അവരെയൊക്കെ ഏത് രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ അവരുടെ എന്താ പറയാ സർവീസ്, അവരുടെ സേവനം നമ്മുടെ ഓർഗനൈസേഷന് ലഭ്യമാകുന്ന രീതിയിൽ അവരെ ആക്കി കൊണ്ടുവരണം. സോ ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജർ. അത് ഉത്തരവാദിത്തം മാനേജറിന്റേതാണ്. അപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷനിൽ നമ്മൾ ജോലിക്ക് വരുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് നമ്മൾ ബിസിനസ്സിന് ഒരു ജോലിക്ക് എന്തിനാ പോകുന്നത്? എല്ലാവരും ഒരേ ലക്ഷ്യത്തിലാണോ ജോലിക്ക് പോകുന്നത്? ചിലർക്ക് പൈസക്ക് നല്ല അത്യാവശ്യമായിക്കൊണ്ടായിരിക്കാം, അല്ലെ? ഇതെനിക്കൊരു കാര്യങ്ങൾ കുറെയൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഐ നീഡ് മണി, എനിക്ക് കാശ് വേണം, അപ്പൊ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയാകും. ചിലരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്, എനിക്ക് പൈസ വേണം, പൈസ സമ്പാദിക്കണം. ചിലരുടെ എന്താണ്, ഇത്രയൊക്കെ പഠിച്ചില്ലേ, അപ്പൊ കാശ് നോക്കിയിട്ടല്ലേ, എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി. സോ ഒരു പൊസിഷൻ, നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് സമൂഹത്തില് ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരു ജോലി ഇല്ലേ എന്നുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് അതിനുവേണ്ടി മാത്രം ചോദിക്കുന്നു. അങ്ങനെയും ആകാം. ഓക്കെ, ചിലര് വെറുതെ സമയം പോകാൻ, കാശൊന്നും ഉണ്ട് വീട്ടിലെ ആവശ്യമില്ല, തറവാട്ടിൽ ഇഷ്ടം പോലെ കാശുണ്ട്, കാശൊന്നുമല്ല, അല്ലെ? അങ്ങനെ ഒരു മനസ്സിൽ വെറുതെ നമ്മുടെ സമയം വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ എവിടെയെങ്കിലും ജോലിക്ക് പോകും. ഇങ്ങനെയും ആകാം. അപ്പൊ ഓരോരുത്തർക്കും they have their different aims for coming to a workplace. ഒരു ജോലി സ്ഥലത്ത് വരുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഓരോരുത്തർക്കും. ചിലപ്പോ ഒരു എന്താ പറയാ നല്ല പൊസിഷൻ ആക്കാൻ, ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഫ്യൂച്ചർ പ്രോസ്പെക്ട് എന്ന് പറയുന്നത് ഭാവിയെ ഒരു നല്ല ഒരു സുരക്ഷിതത്വം, ജോലി എന്ന് പറയുന്ന ഒരു സുരക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആളുകൾ വരുന്നുണ്ട്. സോ when they are coming to a business organization, the human have to be treated as human. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കാണ് ഓരോ ബിസിനസ്സിലും ഓരോ ആൾക്കാർ ജോലിക്ക് വരുന്നത്. അപ്പൊ ജോലിക്ക് വരുന്നവരെ എന്തായി കാണണം? മനുഷ്യരാണ്. ഇത് യന്ത്രമൊന്നുമില്ല, അല്ലെ? യന്ത്രം അങ്ങോട്ട് തിരിക്കാനോ അങ്ങോട്ട് തിരിക്കാനോ, അല്ലെങ്കിൽ അവറ്റകളെ യന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കൊട്ടുതട്ടൊക്കെ കൊടുക്കാം, അല്ലെ? അതൊരുന്നല്ലേ, മനുഷ്യനാണ്. മനുഷ്യനായി കാണുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. അവരായി കാണണം, അല്ലെ? അല്ലാതെ ഇന്നതുപോലെ ഒരു എന്താ പറയാ മൃഗത്തെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത് പോലെ പാടില്ല. മനുഷ്യനായി കാണുന്നിട്ടാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. സോ they are selling their labor. അവരവരുടെ തൊഴിൽ വിൽക്കുന്നു, and they earn their benefit. അതിനനുസരിച്ച് അവർക്ക് അവരുടേതായ നേട്ടം അവരുണ്ടാക്കുന്നു in the form of wages or salary. കൂലിയായിട്ടോ സാലറി ആയിട്ടോ അവര് കിട്ടുന്നു. അപ്പൊ അവര് എന്ത് കൊടുക്കും? എംപ്ലോയീസ് അവരുടെ എന്താ കൊടുക്കുന്നത്? സർവീസ്, അല്ലെ? അവരുടെ സ്കില്ല്, കേപ്പബിലിറ്റി, പ്രാക്ടിക്കൽ നോളജ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം, എനർജി, ഇതെല്ലാം അവര് വിൽക്കാണ് ഇവിടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ബിസിനസ്സിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ they have to be benefited according to that, or they have to be rewarded according to that. അതനുസരിച്ച് എന്ത് ചെയ്യണം? മാനേജ്മെന്റ് അതിനനുസരിച്ചുള്ള കൂലി, ബെനിഫിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ജോലി ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല മാനേജ്മെന്റ് ചെയ്യേണ്ടത്, അത് എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും അറിഞ്ഞ് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം മാനേജ്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ വലിയ പാരഗ്രാഫ് മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും അർത്ഥം മനസ്സിലാവാത്ത എന്തെങ്കിലും സെന്റൻസ് വായിച്ച് ഞാൻ അർത്ഥം പറയാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ വായിച്ച് മനസ്സിലാക്കും. ആ പാരഗ്രാഫ് ഇട്ടാ, വലിയ പാരഗ്രാഫ്.
വായിച്ചേക്ക് പറയണേ. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്ന് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് കേട്ടാ. ആ കാരയുടെ ഫസ്റ്റ് സെന്റൻസ്, ഹ്യൂമൻ റിസോഴ്സ് ആർ പീപ്പിൾ അറ്റ് വർക്ക് ആർ ദ മേജർ കമ്പോണന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്ത സെന്റൻസ്, each human being is a product of each human being. കണ്ടോ, each human being is a product of his biological inheritance as well as result of interactions with the, his environment. ഓരോ വ്യക്തികളും അവരുടെ എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിൽ അവന് ഏത് അവസ്ഥയിലായിരിക്കുന്നോ ഏത് പരിസ്ഥിതിയിലായിരിക്കുന്നോ അതുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കൊണ്ടുമാണ് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഓരോ ഹ്യൂമൻ ബീയിങ്. മനസ്സിലായോ? പിന്നെ അടുത്തത്, പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്സ് ലൈൻ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. Like to earn money, to get employment, to have better prospects in future and to be treated as human being. അവിടെ വരും എല്ലാ ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യനായി ഒന്നൊരു പറയണോ? ഏത് സെന്റൻസ് ആണെന്നാണോ? പീപ്പിൾ കം ടു വർക്ക് പ്ലേസ്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണോ ചോദിച്ചാൽ? അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ആണോ ചോദിച്ചത്? ആ, അണ്ടർലൈൻ ചെയ്യേണ്ട ഹൈലൈറ്റ് ചെയ്തത് കാണാൻ പറ്റില്ലേ? സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിൽ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. യെസ്, അതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെന്റൻസ് ആണ്, ദ മാനേജ്മെന്റ് മസ്റ്റ് therefore be aware not only of the organization but also the employee and self needs. അതായത് ഓർഗനൈസേഷനെ കുറിച്ച് മാത്രമല്ല മാനേജ്മെന്റ് അപ്പോൾ ചിന്തിക്കേണ്ടത് എംപ്ലോയീസിന്റെയും അവരുടെ സെൽഫ് നീഡ്സിനെയും കുറിച്ചൊക്കെ ചിന്തിച്ചാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത പാരഗ്രാഫാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ്. മനുഷ്യന്മാരെ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പൊ ബിസിനസ്സിനകത്ത്. കാരണം എല്ലാവരും പല പല വീടുകളിൽ നിന്ന് വരുന്നു, പല പല സ്വഭാവ രീതികള്, പല രീതിയിലുള്ള ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ഉള്ളവരാണ് മനുഷ്യന്മാർ. മാത്രമല്ല, ഒരു വ്യക്തിയെ മാത്രം എടുത്താലും വി ക്യാൻ സീ ഡിഫറെന്റ് ഫീലിങ്സ് ഇൻ ഡിഫറെന്റ് ടൈം, അല്ലെ? പല സമയങ്ങളിലും പല രീതിയിലുള്ള ഫീലിങ്സ് ഉള്ളവരുമാണ്. നമ്മളുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. മോർണിംഗിൽ ഉണ്ടായിരുന്ന ഒരു രീതി ആവില്ല, ഇമോഷൻ ആയിരിക്കില്ല. ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ വേറെ രീതിയിലാവും. നമ്മളുടെ ഒരു സമയം അനുസരിച്ചും ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഇങ്ങനെ മറിഞ്ഞൊക്കെ വരും, അല്ലെ? ഒരു വ്യക്തിയിൽ തന്നെ പല സ്വഭാവം. അപ്പൊ നോക്കിയേ, ഒരുപാട് വ്യക്തികളിൽ പല പല സ്വഭാവങ്ങൾ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ വേണം. പക്ഷെ ഇറ്റ് ഈസ് വെരി ചാലഞ്ചിങ് ജോബ്, ഡിഫിക്കൽട്ട്, വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് അതിന് കാരണം? ബിക്കോസ് ഓഫ് ദെയർ ഡൈനമിക് നേച്ചർ തന്നെയാണ്. എന്താണ് അതിന് കാരണം? ബിക്കോസ് ഓഫ് ദെയർ ഡൈനമിക് നേച്ചർ. ഡൈനമിക് എന്ന വാക്കിന്റെ അർത്ഥം ചേഞ്ചിങ് നേച്ചർ, മാറി മാറി വരുന്ന സ്വഭാവം. ഡൈനാമിക് എന്നതിന്റെ അർത്ഥം ചേഞ്ചിങ് ആണ്. ചേഞ്ചിങ് ആയിട്ടുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ളതല്ല, ചാലഞ്ചിങ് ടാസ്ക് ആണെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് നോ ടു പീപ്പിൾ ആർ അലൈക്ക്. നേരത്തെ ഞാൻ പറഞ്ഞത്, രണ്ട് വ്യക്തികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ അവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നാൽ രണ്ടുപേരിലും ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. ഏതെങ്കിലും രണ്ടുപേരായിക്കോട്ടെ, ഇപ്പൊ ചിലപ്പോൾ സഹോദരൻ സഹോദരി ആയിക്കോട്ടെ, രണ്ട് സഹോദരിമാരായിക്കോട്ടെ, ഡിഫറെന്റ് വീടുകളിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളായിക്കോട്ടെ, അവരെ നമ്മൾ കുറച്ചു നേരം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ മെനി ഡിസിമിലാരിറ്റീസ്, സം സിമിലാരിറ്റീസ്. ചിലപ്പോൾ ഒരേപോലത്തെ തോന്നും, സാമ്യതയും തോന്നും, അതേസമയം സാമ്യമില്ലായ്മയും നമുക്ക് അവരിൽ കാണാൻ പറ്റും. ആൻഡ് മനുഷ്യന്മാരുടെ രീതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷീനറി പോലെ, എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് പോലെ വി കനോട്ട് ഓപ്പറേറ്റ് ഇറ്റ്. മനുഷ്യനെ നമുക്കൊരു യന്ത്രമോ ഒരു മെഷീനോ പോലെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ടെംപ്ലേറ്റ് ഒരു വസ്തു ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ വെച്ച് അത് നമ്മളുടെ സഹായത്തോടെയാണ് നമ്മൾ മെഷീനറീസിനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് പ്രവർത്തിക്കണം, അല്ലെ?
മറ്റു വസ്തുക്കളൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും, പക്ഷെ മനുഷ്യന്മാരെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു മെഷീനറി പോലെയോ ഒരു ടെംപ്ലേറ്റ് പോലെയോ വി കനോട്ട് മാനേജ് ദം. അതിന് മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് മാനേജിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് എ മാനേജർ. ഒരു മാനേജറിന്റെ എന്താ പറയാ ഹൃദയം അല്ലെങ്കിൽ എന്താ പറയാ ആളുടെ ആ ഒരു അന്തസ്സത്ത അടങ്ങിയിരിക്കുന്നത് എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ ഏത് രീതിയിലാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ഹാവ് ടു ബി, ഹ്യൂമൻ എലമെന്റ്സ് ഹാവ് ടു ബി മാനേജ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് ഹ്യൂമൻ എലമെന്റ്, അതായത് നമ്മൾ ഹ്യൂമൻ എലമെന്റിന് യാതൊരു പരിഗണനയും അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും കൊടുക്കാതെ നമ്മൾ ബിസിനസ് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് മാത്രം എംപ്ലോയീസിനെ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നില്ല, ഒരു ബിസിനസ്സും സക്സീഡ് ചെയ്യില്ല എന്ന് പറയുന്നത്. എന്തില്ല, വിജയിക്കില്ല. ഒരു ബിസിനസ്സും വിജയിക്കാനായിട്ട് സാധിക്കില്ല if you are not considering the human element. Unless human element is taken into consideration, a business cannot succeed. അതാണ് ആ സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്മാരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അവരെ പരിഗണിക്കാതെ അവരെ മുഖവിലേക്ക് എടുക്കാതെ ഒരു ബിസിനസ്സിലും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സെന്റൻസ്. ക്ലിയർ ആയോ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? Okay, so അപ്പൊ നമുക്ക് വീണ്ടും അണ്ടർലൈൻ ചെയ്യാം. It is a very important and challenging job in managing people because of the dynamic nature. Dynamic capital letter ഒന്നും വേണ്ട, സ്മോൾ ലെറ്റർ തന്നെയാണ്. അതവിടെ എന്താ ക്യാപിറ്റൽ കയറിപ്പോയെന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിലാണ്, നിങ്ങളുടെ കറക്റ്റ് ആണ് നോക്കുക. ഡൈനാമിക് നേച്ചർ ഓഫ് പീപ്പിൾ, മനുഷ്യന്മാരുടെ മാറി മാറി വരുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആൻഡ് ഇമ്പോർട്ടന്റ് ജോബാണ്. പിന്നെ അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Manpower management is a most pivotal job. Pivotal means important, central, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജോബാണ് മനുഷ്യന്മാരെ മാനേജ് ചെയ്യാം. ബിക്കോസ് മാനേജിങ് പീപ്പിൾ ഈസ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീയിങ് എ മാനേജർ. ഒരു മാനേജറായി തീരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ ഒരു നല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജറായി തീരുന്നത് എപ്പോഴാണ്? എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുമ്പോ മാനേജ് ചെയ്യുമ്പോഴാണ്. അതാണ് പറയുന്നത്. And the last sentence apply ചെയ്യണം. Unless human element is taken into consideration, a business cannot succeed. ആ sentence underline ചെയ്യണം. ഒന്ന് വായിച്ചു നോക്കാമോ പാരഗ്രാഫ്? അയച്ചോ? മനസ്സിലായോ? ഒറ്റ പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ ഒരു പേജിലുള്ളതെല്ലാം മനസ്സിലായോ എല്ലാവർക്കും? ഈ ടോപ്പിക് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോ ഇത്തിരി സ്ലോയിൽ തുടങ്ങുന്നുള്ളൂ. കാരണം അതിലേക്ക് എല്ലാവരെയും നമുക്കൊന്ന് എന്താ പറയാ കൊണ്ടുവരണം. ഇത് പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയും നമുക്ക് ഈ ഒരു ബിസിനസിന്റെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പതുക്കെ പതുക്കെ ഓരോ കാര്യവും പറഞ്ഞത്. ഒറ്റ പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഒരു മണിക്കൂർ കൊണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞതൊക്കെ കൊണ്ടാണ് അത്രയും എത്തിച്ചത്. അപ്പൊ ഇനി അടുത്ത ദിവസമൊക്കെ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചും കൂടി ഇപ്പൊ പറഞ്ഞു കേട്ടതും കൂടിയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ബിസിനസ്സിനകത്തുകൊണ്ട് കയറാൻ സാധിക്കും. ഓക്കെ, സോ അടുത്ത ദിവസം നമ്മൾ ഇമ്പോർട്ടൻസ് എടുത്തോളൂ കേട്ടോ. അപ്പൊ അതൊക്കെ നന്നായിട്ട് 2 പ്രാവശ്യം വായിച്ചിട്ട് കയറുക. ഓക്കെ, സി യു. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ, സി യു. താങ്ക് യു.